ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള സുവിശേഷ ഭാഗം നാം ഇപ്രകാരം വായിക്കുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പോയിക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവനും കിഴക്കാൻ തൂക്കായ നിലത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യരിൽ നിന്നും പിശാചുക്കളെ യേശുനാഥൻ ബഹിഷ്കരിച്ചുകൊണ്ട് പന്നിക്കൂട്ടങ്ങളിലേക്ക് അയക്കുകയാണ്. പിന്നീട് ആ പന്നിക്കൂട്ടങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് എന്നാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കിഴക്കാൻ തൂക്കായ മലയിലൂടെ ചെന്ന് കടലിലേക്ക് മുങ്ങി ചാവുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി ഏതെങ്കിലും പാപം ചെയ്യുക എന്നതിനേക്കാളും ഉപരിയായിട്ട് മരിക്കുവാനും ഞാൻ സന്നദ്ധനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രകാരം കർത്താവിന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അവ നിറവേറ്റിയത് ഈ സുവിശേഷ ഭാഗത്തിൽ പന്നിക്കൂട്ടങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരിൽ നിന്നും അവനിൽ ആവസിച്ചിരിക്കുന്ന പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ട് പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുന്നു. പന്നിക്കൂട്ടം ഓടിച്ചെന്ന് കടലിൽ മുങ്ങിച്ചാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. അതായത്, പിശാചുക്കളെ എന്നിൽ വഹിച്ചുകൊണ്ട് നടക്കുക എന്നതിനേക്കാളും ഉപരിയായിട്ട് മരിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിശാചുക്കളുടെ കൂട്ടത്തിലുള്ള പിശാചുക്കളെ എന്നോടൊത്ത് ജീവിക്കാൻ അനുവദിക്കുന്നതല്ല. അവയില്ലാതെ മരണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളും ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്, ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പൈശാചികതകൾ എന്തൊക്കെയാണ്? ഇവിടെ മനുഷ്യരിൽ നിലകൊണ്ടുവന്നപ്പോൾ അവർക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ട് വന്നു. എന്നാൽ പന്നികളുടെ ഇടയിലേക്ക് പിശാചുക്കൾ വന്നപ്പോൾ അവയെ പന്നിക്കൂട്ടം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യരിൽ നിൽക്കുവാൻ മനുഷ്യർ അനുവദിച്ചെങ്കിലും പന്നികൾ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതവും ഈ പന്നികളെക്കാളും ഒരുപാട് ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം എന്താണ്? പന്നികൾ അവയെ ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല. നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇങ്ങനത്തരത്തിലുള്ള പൈശാചികതയെ അവയെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കേണ്ടതുണ്ട്. ധനിച്ച് നോക്കേണ്ടതുണ്ട്. ധ്യാനിക്കണം. എന്താണ് ഈ പിശാച്? അസൂഹിയാകുന്ന പിശാചാണോ? വെറുപ്പാവുന്ന പിശാചാണോ? അതുപോലെ തന്നെ ധനത്തോടും സമ്പത്തോടുമുള്ള ആഗ്രഹമാകുന്ന പിശാചാണോ? സഹോദരനെ വെറുക്കുന്ന പിശാചാണോ? ഇത്തരത്തിലുള്ളവയെ ഞാൻ വച്ചു പുലർത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാളും മരിക്കാനും സന്നദ്ധനാണ്. ഇനിയൊരു പാപാവസ്ഥയിലേക്ക് എന്നെ വിട്ടുകൊടുക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ അതുമാത്രം മതി. ഇനി ആ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള പൈശാചികതയെ നമ്മളിൽ നിന്നും തുടച്ച് മാറ്റുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.